നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. യുഎഇയിൽ മഴക്കെടുതിയിൽ നാശം നേരിട്ടവരുടെ കാർ ലോൺ, പേഴ്സണൽ ലോൺ എന്നിവയുടെ തിരിച്ചടവിന് 6 മാസം വരെ സമയം നീട്ടി നൽകണമെന്ന് സെൻട്രൽ ബാങ്ക് രാജ്യത്തെ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഇതിന് പ്രത്യേക ഫീസോ അധിക പലിശയോ തുകയിൽ വർധനയോ വരുത്താൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം വെള്ളപ്പൊക്കത്തിലകപ്പെട്ട് അടിയന്തര സഹായം ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാൻ ഷാർജ പ്രത്യേക വാട്സാപ്പ് നമ്പർ ഒരുക്കി. 0650151661 എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. ദുബായിൽ സഹായം ആവശ്യമുള്ളവർ 0583009000 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. ദുബായിൽ വീടുകളിൽ നിന്നും ഉപയോഗശൂന്യമായ വലിയ വസ്തുക്കൾ സൗജന്യമായി നീക്കം ചെയ്യാനൊരുങ്ങി ദുബായ് മുനിസിപ്പാലിറ്റി. അടുത്തിടെ യുഎഇയിൽ പെയ്ത ശക്തമായ മഴയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി വീട്ടുപകരണങ്ങൾ നശിച്ച സാഹചര്യത്തിലാണ് ഈ സേവനം ആരംഭിച്ചിരിക്കുന്നത്. ദുബായിലെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും സേവനം ലഭ്യമാണ്. ദിപ്പാം, ഡിസ്കവറി ഗാർഡൻസ് തുടങ്ങിയ ചില പ്രദേശങ്ങൾ ഒഴികെ എല്ലായിടത്തും സേവനം ലഭ്യമാണ്. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചോ അവരെ വിളിച്ചോ ഈ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ദുബായ് മെട്രോ യാത്രക്കാർക്ക് അറിയിപ്പുമായി RTA. തിരക്കേറിയ സമയങ്ങളിൽ മെട്രോ ഉപയോഗം താൽക്കാലികമായി പരിമിതപ്പെടുത്താൻ ദുബായ് RTA പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കം മെട്രോ സ്റ്റേഷനുകളെയും ട്രാക്കുകളെയും ബാധിച്ചിട്ടുണ്ട്. ഗ്രീൻ, റെഡ് ലൈനുകളിലെ നിരവധി സ്റ്റേഷനുകളിൽ വെള്ളം കയറിയിരുന്നു. നിലവിൽ ശുചീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനാലാണ് മെട്രോ ഉപയോഗം കുറയ്ക്കണമെന്ന് RTA അറിയിച്ചിരിക്കുന്നത്. സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പാക്കിയ ശേഷം യുഎഇയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ഇടപാട് 15% വർദ്ധിച്ചതായി റിപ്പോർട്ട്. 2030 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എണ്ണയിതര വരുമാനം $10,000 കോടി കടക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സെപ്പ ഡയറക്ടർ അഹമ്മദ് അൽ നീജ്ബി പറഞ്ഞു. ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തുന്ന രണ്ടാമത്തെ രാജ്യവും ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയുമാണ് യുഎഇ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $8,500 കോടി, ഇന്ത്യയിലേക്കുള്ള യുഎഇയുടെ നേരിട്ടുള്ള നിക്ഷേപം $330 കോടി. ഷാർജയിലും ദുബായിയുടെ അതിർത്തി പ്രദേശങ്ങളിലും ജനജന്യ രോഗങ്ങൾ കൂടുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് പല സ്ഥലങ്ങളിലും വെള്ളം കെട്ടിക്കിടന്ന് മലിനമായതാണ് ഇതിന് കാരണം. സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും എത്തുന്ന രോഗികളിൽ 50% വർധനയുണ്ടെന്നാണ് റിപ്പോർട്ട്. എങ്കിലും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ആവശ്യമായ മുൻകരുതലെടുക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഷാർജയിൽ മലിനജലം നീക്കുന്ന പ്രവൃത്തി ഊർജിതമാക്കിയതോടെ ഒരാഴ്ചയായി വെള്ളക്കെട്ടിൽ ബുദ്ധിമുട്ടിയിരുന്ന നഗരങ്ങളിൽ നിന്ന് ജലനിരപ്പ് കുറഞ്ഞു തുടങ്ങി. അൽമജാസ്, അൽഖാസിമിയ, കിങ് അബ്ദുള്ള സി സ്ട്രീറ്റ്, കിങ് ഫൈസൽ സ്ട്രീറ്റ് എന്നിവിടങ്ങളിലെ ജലനിരപ്പാണ് കുറഞ്ഞത്. ഓരോ പ്രദേശത്തും 50ഓളം വാട്ടർ ടാങ്കുകളാണ് വെള്ളം നീക്കുന്നത്. അതേസമയം അൽവാദ, അബുഷാഗര എന്നിവിടങ്ങളിലെ വെള്ളക്കെട്ട് പൂർണ്ണമായും കുറഞ്ഞതോടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ആഭ്യന്തര ഹജ്ജ് തീർത്ഥാടകർക്ക് പെർമിറ്റുകൾ അനുവദിച്ചു തുടങ്ങി. ഹജ്ജ് പെർമിറ്റിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാൻ തീർത്ഥാടകർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ സേവന പ്ലാറ്റ്ഫോമായ അബ്ഷീർ ഉപയോഗിക്കണം. തീർത്ഥാടകർക്ക് അനുവദിക്കുന്ന ഹജ്ജ് പെർമിറ്റ് നമ്പർ ഓരോരുത്തർക്കും SMS വഴി അറിയിക്കും. COVID-19 വാക്സിൻ, ഇൻഫ്ലുവൻസ വാക്സിൻ, 5 വർഷത്തിനുള്ളിൽ സ്വീകരിച്ച 1 ഡോസ് മെനിഞ്ചൈറ്റിസ് വാക്സിൻ എന്നിവ എടുത്തിരിക്കണമെന്ന നിബന്ധനയുണ്ട്. ദോഹയിൽ നിന്ന് സർവീസ് ആരംഭിച്ച് ചൈന സതേൺ എയർലൈൻസ്. ആഴ്ചയിൽ 4 സർവീസുകൾ എന്ന നിലയിലാണ് സർവീസുകൾ തുടങ്ങിയത്. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ചൈന സതേൺ എയർലൈൻസും ഖത്തർ എയർവേസും കരാർ പ്രഖ്യാപിച്ചത്. ഏറെ സഞ്ചാരികൾ ആവശ്യപ്പെടുന്ന പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്ന് എന്ന നിലയിലാണ് ചൈനീസ് എയർലൈൻസുമായുള്ള പങ്കാളിത്തമെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചു. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.